നമസ്കാരം. താളുകളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രശസ്ത എഴുത്തുകാരി ശ്രീ ദീപ നിശാന്തിൻ്റെ ഓർമ്മക്കുറിപ്പായ ജീവിതം ഒരു മൊനാലിസ ചിരിയാണ് എന്ന പുസ്തകത്തിലെ ഒരു ഭാഗമാണ് ഇന്ന് താളുകളിൽ. കേൾക്കാം. കടുത്ത വിശ്വാസങ്ങൾ. ഞാനൊരു കടുത്ത വിശ്വാസിയായിരുന്ന കാലമുണ്ടായിരുന്നു. വിശ്വാസം എന്ന് പറഞ്ഞാൽ അല്ലറ ചില്ലറ വിശ്വാസമൊന്നുമല്ല. കസാൻ സാക്കീസിൻ്റെ ഒരു പഴയ കഥാപാത്രമില്ലേ, അയാളെപ്പോലെ കടുത്ത വിശ്വാസിയായ ഒരാൾ. അയാൾ ഒരിക്കൽ തൻ്റെ സുഹൃത്തിനോട് ഒരു ഉരുക്കു കമ്പി കാട്ടിക്കൊണ്ട് പറയുകയുണ്ടായി, എൻ്റെ വിശ്വാസം ശക്തമാണെങ്കിൽ ഞാൻ ഈ ഉരുക്കു കമ്പി തലകൊണ്ടടിച്ച് പൊട്ടിക്കും. തുടർന്ന് അയാൾ ഉരുക്കു കമ്പിയിൽ തലകൊണ്ട് ആഞ്ഞിടിക്കുകയും അയാളുടെ തല പൊട്ടി രക്തം ചീറ്റിത്തെറിക്കുകയും ചെയ്തു. ദൗത്യം പരാജയപ്പെട്ട് ചോരയിൽ കുളിച്ചു നിൽക്കുമ്പോൾ അയാൾ സങ്കടപ്പെടുന്നത് തൻ്റെ വിശ്വാസത്തിന് ഇപ്പോൾ വേണ്ടത്ര ശക്തി പോരെന്നും ഉരുക്കുകമ്പി അടിച്ചു പൊട്ടിക്കാൻ സാധിക്കാതിരുന്നത് അതുകൊണ്ടാണെന്നുമാണ്. ആ കുഴപ്പം പരിഹരിച്ച് താൻ വീണ്ടും വരുമെന്നും അന്ന് വീണ്ടും ഇതേ തലകൊണ്ട് ഇതേ ഉരുക്കുകമ്പിയിൽ ഇടിക്കുമെന്നും അന്ന് ഉരുക്കുകമ്പി തീർച്ചയായും പൊട്ടുമെന്നുമാണ് അയാൾ പ്രതീക്ഷാപൂർവം പറയുന്നത്. കടുത്ത വിശ്വാസികൾ പലപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. തങ്ങളുടെ പരാജയങ്ങളെ മറികടക്കാൻ യുക്തിഹീനമായ കാരണങ്ങൾ അവർ കണ്ടെത്തും. കെമിസ്ട്രി പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞത് സ്ഥിരമായി കഴുത്തിൽ കിടന്നിരുന്ന ആലിലകൃഷ്ണൻ്റെ ലോക്കറ്റ് അന്നിടാതിരുന്നത് കൊണ്ടാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരു സ്കൂൾ കാലമുണ്ടായിരുന്നു എനിക്കും. അതിട്ടിരുന്നുവെങ്കിൽ ഞാൻ പഠിച്ച ഭാഗങ്ങളിൽ നിന്ന് മാത്രമേ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ഉണ്ടാകുമെന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത്. ചാണകം ചവിട്ടിയാൽ സ്കൂളിൽ നിന്ന് അടി കിട്ടുമെന്ന് കരുതിയിരുന്നപ്പോൾ അബദ്ധത്തിലെങ്ങാനും ചാണകം ചവിട്ടിയാൽ ഒപ്പമുള്ളവരെ കൂടി ഉന്തി ചാണകത്തിൽ ചവിട്ടിപ്പിച്ച് സ്കൂളിലെ അടിക്ക് കൂട്ടാളികളായി ചേർക്കാനുള്ള പൂതി പെരുകിയ ഒരു കാലം. ഒറ്റക്കേറ്റ് വാങ്ങേണ്ടി വരുന്ന അടിയായിരുന്നു അന്നൊക്കെ ഏറ്റവും വലിയ ശിക്ഷ. ആനപ്പിണ്ടം അറിയാതെ ചവിട്ടിയാൽ മുടി പനങ്കുല പോലെ വളരുമെന്ന് പണ്ട് പറഞ്ഞു തന്നത് സുഷയാണ്. ആ കാലത്ത് വഴിയിലെങ്ങാനും ആനപ്പിണ്ടം കണ്ടാൽ അറിയാത്ത മട്ടിൽ ചവിട്ടി ദൈവത്തെ പറ്റിക്കാൻ നോക്കിയിരുന്നു എന്ന് മാത്രമല്ല, ഞാൻ മാത്രം അതിൽ ചവിട്ടി ഇളയച്ചൻ്റെ മകൾ സോജയെ ആനപ്പിണ്ടത്തിൽ ചവിട്ടിക്കാതിരിക്കാൻ പരമാവധി ജാഗ്രത പാലിച്ചിരുന്നു. പഠിക്കാതിരുന്നതുകൊണ്ടല്ല, ഒറ്റ മൈനയെ കണ്ടതുകൊണ്ട് മാത്രമാണ് മുകുന്ദൻ മാഷിൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടിയതെന്ന് കരുതി പിറ്റേന്ന് ട്യൂഷൻ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഇടവഴിയിലൂടെ തല കുനിച്ചു പിടിച്ച് കാലടികളിൽ മാത്രം നോക്കി നടന്ന് ഒറ്റ മൈന കാഴ്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കിയിരുന്നു അന്നൊക്കെ. ഒരിക്കൽ ഗുരുവായൂരമ്പലത്തിൽ തൊഴുതു നിൽക്കുന്ന സമയത്ത് അടുത്തു നിന്നിരുന്ന അമ്മ കരയുന്നത് കണ്ട് ഞാൻ അമ്പരന്നു. കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ശീലമൊന്നും അമ്മയ്ക്കുണ്ടായിരുന്നില്ല. അമ്മേ എന്ന് വിളിച്ച് ഞാൻ അമ്മയെ പിടിച്ചപ്പോഴാണ് അമ്മ ഭയം കൊണ്ട് വിറച്ച ശബ്ദത്തിൽ എന്നോട് പറഞ്ഞത്, ചെരുപ്പ് ഊരിയിടാൻ മറന്നു എന്ന്. എല്ലാവരുടെയും ചെരുപ്പ് കൗണ്ടറിൽ സൂക്ഷിക്കാൻ കൊടുത്തപ്പോൾ സ്വന്തം കാലിലുള്ള ചെരുപ്പിൻ്റെ കാര്യം അമ്മ മറന്നുപോയി. അക്ഷരാർത്ഥത്തിൽ ഞാനും പിടിച്ചുപോയി. ഗുരുവായൂരപ്പൻ ശപിച്ച് ഭസ്മമാക്കി കളയുമോ എന്നോർത്തിട്ടായിരുന്നില്ല, ചുറ്റുമുള്ള മനുഷ്യരെ പറ്റി ഓർത്തിട്ടായിരുന്നു കൂടുതൽ ഭയം. ദൈവം ക്ഷമിച്ചാലും മനുഷ്യർ ക്ഷമിക്കില്ലെന്ന് എനിക്കുറപ്പുണ്ടായിരുന്നു. ആ തിരക്കിനിടയിൽ കൂടി അമ്മയും ഞാനും പുറത്തേക്ക് ഊർന്നിറങ്ങി. പുറത്തെവിടെയോ ചെരുപ്പഴിച്ചിട്ടപ്പോഴും അമ്മയുടെ കിതപ്പ് നിന്നിരുന്നില്ല. അതിന് പ്രായശ്ചിത്തമായി അമ്മ ഒറ്റയടി പ്രദക്ഷിണം നടത്തിയപ്പോൾ ഞാനും കൂടെ കൂടി. അപ്പോഴേക്കും മനുഷ്യരെക്കുറിച്ചുള്ള ഭയം വിട്ടൊഴിയുകയും ദൈവം ശപിച്ചേക്കുമോ എന്ന ഭയം തിരികെ എത്തുകയും ചെയ്തു. എത്ര വികസിച്ച സമൂഹത്തിലും ഏതെങ്കിലും തരത്തിലുള്ള ആത്മീയതയ്ക്ക് പ്രാധാന്യമുണ്ടാകാറുണ്ട്. മനുഷ്യജീവിതത്തെ സംബന്ധിച്ച് വിശ്വാസം എന്ന വാക്ക് സങ്കീർണമാണല്ലോ. വിശ്വാസം എന്നത് ഒരു വ്യക്തിയുടെ സ്വയം ബോധ്യമാണെന്നും അത് യാതൊരു തരത്തിലുള്ള അധികാരം ഉപയോഗിച്ചുള്ള അടിച്ചേൽപ്പിക്കലാകരുതെന്നും മനസ്സിലാക്കിയ കാലത്ത് എൻ്റെ വിശ്വാസങ്ങളുടെ
അതിർവരമ്പുകളും കംഫർട്ട് സോണുകളും ഞാൻ സ്വയം നിശ്ചയിച്ചിരുന്നു. മുതിർന്നവരുടെ പാവക്കരടിയാണ് ദൈവമെന്ന് പറഞ്ഞത് ഓഷോയാണ്. കുട്ടികൾ ടെഡി ബെയറിനെ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ അവർ വിശ്വസിക്കുന്നത് എല്ലാ പേടികളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ടെഡി തങ്ങളെ രക്ഷിക്കുമെന്നാണ്. അതുപോലെ തന്നെയാണ് മുതിർന്നവർ ദൈവത്തെ വിശ്വസിക്കുന്നതും. വലിയ സങ്കടങ്ങളിൽ നിന്നും പിടിച്ചു കയറ്റാൻ ഒരാൾ, തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് തിരുത്താൻ ഒരാൾ, ചുറ്റുമുള്ള മനുഷ്യരോട് പങ്കുവയ്ക്കാനാകാത്ത സങ്കടങ്ങൾ പങ്കുവയ്ക്കാൻ ഒരാൾ. അതൊക്കെ മനോഹരമാണ്. അതിലപ്പുറം ഏത് തെറ്റും മൂടിവെക്കുന്ന, തെറ്റുകൾക്ക് കൂട്ടുനിൽക്കുന്ന, തങ്ങളെ മാത്രം രക്ഷിക്കുന്ന, മതമൗലികവാദം മുഖമുദ്രയാക്കിയ, അപരമത വിദ്വേഷം വെച്ചു പുറത്തുന്ന, അപരനെ ദ്രോഹിക്കുന്ന ഒരു ക്രൈമിൻ്റെ കൂട്ടുപ്രതിയായാണ് നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ കാണുന്നതെങ്കിൽ അതിനോളം വൃത്തികെട്ട ഒരു സങ്കല്പം വേറെയില്ല. കടുത്ത വിശ്വാസങ്ങൾ. എഴുതിയത് ശ്രീ ദീപ നിഷ.